ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സിമ്പിളായിട്ടൊരു ബോട്ടിനെ കുറിച്ചാണ്. MT5 ഉപയോഗിക്കാൻ പറ്റുന്നൊരു ബോട്ടിനെ കുറിച്ചാണ്. ആ ബോട്ടിൻ്റെ കോഡ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് കാണിക്കുന്ന കോഡുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ MT5 അതുപോലെ മറ്റേ എഡിറ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് കോഡ് ചെയ്യാൻ പറ്റും. ഇനി അതിന് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ EXE ഫയൽ മാത്രം വേണ്ടവർക്ക് അങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ കോഡും EXE ഫയലും കൂടി വേണ്ട ആൾക്ക് അങ്ങനെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലും ഇത് വർക്ക് ചെയ്യിക്കാനും പറ്റും. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു ബോട്ട് കൊണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രാറ്റജി, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് കോഡ് ചെയ്യേണ്ടത് എന്നൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോട്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ നിങ്ങൾക്ക് ഒരു A to Z ഫോറക്സ് ബോട്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇനി ബോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ റെഫറൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ ബോട്ടുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് റോളിംഗ് ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് EA എന്ന് പറഞ്ഞൊരു ബ്രേക്ക്ഔട്ട് EA ക്രിയേറ്റ് ചെയ്യാനുള്ള ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സ്ട്രാറ്റജി എന്തെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമുക്കൊരു ക്യാൻഡിൽ എത്ര മിനിറ്റിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര, ഇപ്പോൾ 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റിൽ ക്യാൻഡിൽ. അപ്പോൾ ബുള്ളിഷ് ക്യാൻഡിലാണെങ്കിൽ ഒരു 60% നമുക്ക് നമ്മുടെ ഇൻപുട്ടിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള എത്ര വാല്യൂ കൊടുക്കാൻ പറ്റും, എത്ര ബോഡി വേണമെന്നുള്ളത്. അങ്ങനെ ഒരു ബോഡി കൊടുത്ത ശേഷം ഇപ്പോൾ 90% കൊടുക്കുകയാണെങ്കിൽ ഫുൾ ബോഡി, ഏകദേശം ഫുൾ ബോഡീൻ്റെ അടുത്ത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈയും ലോയും മാർക്കാവും. ഓക്കെ, അതിൻ്റെ ഹൈ ലോയും മാർക്കാവില്ല, അതിൻ്റെ ഹൈയിലാണ് ബൈയിങ് ഓർഡർ. ബുള്ളിഷ് ക്യാൻഡിലാണെങ്കിൽ അതിൻ്റെ ഹൈ ബുള്ളിഷ് ഒരു ബൈ ഓർഡർ വരും, താഴെ സ്റ്റോപ്പ് ലോസും വരും. അതിനുശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി ആയിരിക്കും. നെക്സ്റ്റ് 1:1 1:3 അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോകാൻ പറ്റും. ആ രീതിയിലുള്ളൊരു ബോട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നമ്മളൊരു 60% 80% ഒക്കെ നമ്മൾ ക്യാൻഡിൽ ബോഡി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിരിക്കും ബൈ വരിക. ആ ബൈയിങ് ഇവിടെ വന്നിട്ട് നമുക്ക് താഴെ ആയിരിക്കും ഇതിൻ്റെ SL വരും. ഓട്ടോമാറ്റിക്കായിരിക്കും എല്ലാം വരുന്നത്. താഴെ SL വരും. മുകളിലേക്ക് 1:1 1:3 1:2 ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ട്രെൻഡ് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി, ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു EMA 20 EMA 50 ഒക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും. EMA 50ക്ക് താഴെ സെല്ലിങ്ങും മുകളിലേക്ക് ബൈയിങ്ങും ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഓണാക്കി കൊടുത്ത മാത്രത്തിലൊരു ബോട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് റോളിംഗ് ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് EA എന്ന് പറഞ്ഞ ബോട്ട്. അപ്പോൾ നമ്മൾ ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ്, 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് കൊടുത്തതിന് ശേഷം ഇൻപുട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഇൻപുട്സിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത്, ഇൻപുട്സിൽ ആദ്യം നമുക്ക് എനേബിൾ ബൈ ട്രേഡ്സ് മാത്രം വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇവിടെ കൊടുക്കുന്ന ടൈം ഫ്രെയിമിലായിരിക്കും ട്രേഡ് എടുക്കുക. സെൽ ഓർഡർ ആണെങ്കിൽ സെൽ ഓർഡർ അത് ഓഫാക്കണമെങ്കിൽ ഓഫാക്കാം, അങ്ങനെ ചെയ്യാം. പിന്നെ ഫിക്സഡ് ലോട്ട്, പിന്നെ പേഴ്സണൽ ലോട്ടാണ്. പിന്നെ വരുന്നത് ബഫർ പോയിൻ്റ്, എൻട്രിക്ക് ബഫർ പോയിൻ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം പിപ്പ് സൈസിൽ. പിന്നെ EMA ഫിൽറ്റേഴ്സാണ്. EMA ഫിൽറ്റർ നമുക്ക് വേണമെങ്കിൽ ഓണാക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഓഫാക്കി കൊടുക്കാം. EMA ഫിൽറ്റർ ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിന് മുകളിൽ വരുമ്പോൾ മാത്രമായിരിക്കും ബൈ, താഴെ പോകുമ്പോൾ സെല്ല് മാത്രമായിരിക്കും ബൈ എടുക്കില്ല. അപ്പോൾ അങ്ങനെ ഓണാക്കാം, അല്ലെങ്കിൽ ഫോൾസ് കൊടുക്കാം. അത് നമുക്ക് EMAൻ്റെ പീരീഡ് കൊടുക്കാം. പിന്നെ മിനിമം ബോഡി പെർസെൻറ്റേജ് ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നമ്മൾ ഒരു 85 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ആക്കാം. 60 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഹാഫ്, നമുക്കൊരു വിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കും. അപ്പോൾ ഒരു 80-85 ഒക്കെയാണ് നമുക്ക് ഒന്നുകൂടി ബെറ്റർ. 80ക്ക് മുകളിലോ കൊടുക്കുന്നത് നല്ലത്. അതുപോലെ തന്നെ ക്യാൻഡിൽ ഫിൽറ്റർ വേണമെങ്കിൽ കൊടുക്കാം. ഇത്ര മാക്സിമം നിങ്ങൾക്ക് 50 ഇത്ര പിപ്പിൻ്റെ മുകളിൽ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അത് ഒഴിവാക്കണം എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ അവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ ടൈം ഫിൽറ്റർ കൊടുക്കാം. പിന്നെ വരുന്നത് പ്രോഫിറ്റ് ആണ്, റിസ്ക് റിവാർഡ് ഉണ്ട്, അതുപോലെ ഫിക്സഡ് പോയിൻ്റ് ഉണ്ട്. പിന്നെ ട്രailing സ്റ്റോപ്പ് ലോസ്, മിനിമം ട്രേഡ് പെർ ഡേ നമുക്കത് ഓണാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ഏകദേശം ഒരു അരമണിക്കൂർ മാത്രം ഇത് വെച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും ഒരു ദിവസം ട്രേഡ് ചെയ്യരുത്. കാരണം ഇത് ഓരോ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലാണെങ്കിൽ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലും 80% അത് ബോഡി വന്നിട്ടുണ്ടെങ്കിൽ അത് ട്രേഡ് എടുക്കുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ മിനിമം ട്രേഡ് പെർ ഡേ എന്നുള്ളത് 3 കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 3 എത്രയെന്ന് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. കറക്റ്റായിട്ട് ഒരു 80%ൻ്റെ മുകളിൽ ഒരു ബിയറിഷ് ക്യാൻഡിൽ വന്നപ്പോൾ അവിടെ സെല്ലെടുത്തു. ഇനി അതിൻ്റെ SLും സ്റ്റോപ്പ് ലോസൊക്കെ ആ ഒരു രീതിയിൽ തന്നെ എടുക്കുക.
500 ആയിരുന്നു നമ്മുടെ ഇക്വിറ്റി, 545 ആയി. അപ്പോൾ ആ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഏകദേശം ഇനി നമുക്കിത് 80 കൊടുത്തത് ഒരു 85 ആണെങ്കിൽ നമുക്ക് വരുന്നത് എങ്ങനെയാണ് നോക്കാം. 85 കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അത് 457 ആയത്. അപ്പോൾ പല രീതിയിൽ നമുക്കിത് മാറ്റി കൊടുക്കാൻ പറ്റും. ഇവിടെ 85 ഉള്ളത് ഇനി 60 കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ട്രേഡുകളായിരിക്കും ഉണ്ടാവുക. 508 ആയിട്ടുണ്ട്. ഇനി 90% കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്കിവിടെ കാണാൻ പറ്റും ഓരോന്നിൻ്റെ. ഒരു 80 ആണ് ഒരു മോശമില്ലാത്ത രീതിയിൽ നമുക്ക് ട്രേഡുകൾ കിട്ടുന്നത്. അതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ടൈം ഫ്രെയിം നമുക്ക് 50 മിനിറ്റോ ഒക്കെ ആക്കാനും പറ്റും. ആ രീതിയിൽ നമുക്ക് ടൈം ഫ്രെയിം നമ്മൾ ഇഷ്ടത്തിൽ രീതി കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇനി 1 മിനിറ്റ് ചെയ്യുന്നവർക്ക് 1 മിനിറ്റ് കൊടുത്താലും ട്രേഡ് എടുക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അധികം ഇതിലാകെ നമ്മളിപ്പോൾ 3 ട്രേഡ് എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ടുള്ള ഈ ഒരു ഇതിൻ്റെ ഉള്ള മെയിൻ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കൺസോൾട്ടേഷൻ ടൈമിൽ ഒരിക്കലും ഇത് ഓൺ ചെയ്യരുത്. നിങ്ങളെപ്പോഴും ഇത് ഓണാക്കുന്നത് ഒരു അരമണിക്കൂർ ഡെയിലി മതി. ആ അരമണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലണ്ടൻ ഓപ്പണിംഗ്, ന്യൂയോർക്ക് ഓപ്പണിംഗ്, ആ സമയത്തൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ട്രേഡുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ബാക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി ചെയ്താണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ടൈം വെച്ചിട്ടുള്ള ഓണാക്കി കൊടുത്തുകഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നൊരു ബോട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ID എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് MQL മറ്റേ എഡിറ്ററിൽ നമുക്ക് എങ്ങനെ കോഡ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി കോഡ് ചെയ്താണ്. അത് ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് കോപ്പി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ ID എന്ന് പറഞ്ഞ ഭാഗത്ത് പോവുക. ID എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മറ്റേ എഡിറ്ററായിരിക്കും ഓപ്പൺ ആക്കി വരിക. അതിനുശേഷം നമുക്കിനി പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ന്യൂ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫോൾഡർ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് പേര് കൊടുക്കാം. പേര് റോളിംഗ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് EA എന്ന് അങ്ങനെ കൊടുക്കാം. ഞാൻ EA1 കൊടുക്കുന്നത് കാരണം ഓൾറെഡി ഞാനൊന്ന് ക്രിയേറ്റ് ചെയ്താണ്. EA1 കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് വരിക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് റോളിംഗ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് EA എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. അത് ഡബിൾ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണിക്കുക. അത് ഞാൻ ഈ പറയുന്ന ഭാഗങ്ങൾ ഇവിടെ ഈ ഓണിറ്റ് മുതൽ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാം. അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിത് ആദ്യം നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾ മാനുവലായിട്ട് തന്നെ ടൈപ്പ് ചെയ്യേണ്ടി വരും. ഇനി മാനുവലായിട്ട് ടൈപ്പ് ചെയ്യാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ നോക്കാം. അപ്പോൾ ഇൻപുട്സാണ് നമ്മൾ പറഞ്ഞിരുന്നു. ടൈം ഫ്രെയിം, അതുപോലെ തന്നെ ലോട്ട് ആൻഡ് റിസ്ക് ഇൻപുട്ട്. അത് നമുക്ക് ഇൻപുട്ട് ഗ്രൂപ്പുകളാണ് കൊടുക്കേണ്ടത്. ഇൻപുട്ട് ഗ്രൂപ്പുകൾ കൊടുക്കുമ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾ ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോ ടൈം ഫ്രെയിമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാനുവലായിട്ട് ഇവിടെ കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് കൊടുക്കുന്ന രീതി. ഇപ്പോൾ നമ്മൾ ടൈം ഫ്രെയിം M15 ആക്കി കഴിഞ്ഞാൽ 15 മിനിറ്റ് ആയിരിക്കും ഇവിടെ വരുന്ന നമ്മുടെ ഡിഫോൾട്ടായിട്ടുള്ള ടൈം. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റും. അതിനുശേഷം റിസ്ക്, ഇതിപ്പോൾ ഇനി ലോട്ട് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിക്സഡ് ലോട്ടും നമുക്ക് സെലക്ട് ചെയ്യാം, അതുപോലെ റിസ്ക് ബേസ്ഡും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം എൻട്രി ബഫർ ഫിൽറ്റർ, നമുക്ക് EMA ഞാൻ പറഞ്ഞു, EMA നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് അപ്പും ഡൗണും നോക്കിയിട്ട് അതനുസരിച്ച് ട്രേഡ് എടുക്കാൻ പറ്റിയതാണ് EMA ഫിൽറ്റർ ഉപയോഗിക്കുന്നത്. അതുപോലെ ടൈം ഫിൽറ്റർ, നമുക്ക് ഇന്ന ടൈമിൽ മാത്രം വർക്ക് ചെയ്യിച്ചാൽ മതി എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടൈം ഫിൽറ്റർ ഉപയോഗിക്കാം. എൻട്രി ബഫർ, അതുപോലെ തന്നെ MA ഫിൽറ്റർ, പിന്നെ ടൈം ഫിൽറ്റർ. അപ്പോൾ നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് ചെയ്താൽ മതി. പിന്നെ ടേക്ക് പ്രോഫിറ്റ് സെറ്റിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ ട്രയൽ സ്റ്റോപ്പ് ലോസ്, പിന്നെ സേഫ്റ്റി ലിമിറ്റഡ് എന്ന് പറയുന്നത് മാക്സിമം ട്രേഡ് പെർ ഡേ, ഇത്ര ട്രേഡ് മാത്രം എടുത്താൽ മതി എന്നുള്ളത്. കാരണം നമുക്ക് ഒരുപാട് ട്രേഡുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ റിസ്ക് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ
ഓക്കെ. അപ്പോൾ സേഫ്റ്റി ലിമിറ്റിന് നമുക്ക് മാക്സിമം ട്രേഡ് പെർ ഡേ അത് കറക്റ്റായി കൊടുക്കാം. പിന്നെ നമുക്ക് വരുന്നത് ഗ്ലോബൽ വേരിയബിൾസാണ്. ഇതിലൊന്നും മിസ്സാകാൻ പറ്റില്ല. മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പൈൽ ചെയ്യുമ്പോൾ വർക്കാവില്ല. ഇപ്പോൾ ജസ്റ്റ് കമ്പൈൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എറർ കാണിക്കും. അതിന് ശേഷം നമുക്ക് ഇനീഷ്യലൈസേഷൻ ഫംഗ്ഷൻ ആഡ് ചെയ്യണം. ഓണിറ്റ് അത് ഓക്കെ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പോസ് ചെയ്യുക. അതിന് ശേഷം അത് ടൈപ്പ് ചെയ്തിട്ട് നോക്കിയാൽ മതി. നമ്മൾ ബൈയിങ് പെൻഡിങ് ബൈ സ്റ്റോപ്പ് ഓർഡറാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. ബൈ സ്റ്റോപ്പ് നമ്മുടെ ക്യാൻഡലിൻ്റെ മുകളിൽ, ബുള്ളിഷ് ക്യാൻഡിലാണെങ്കിൽ മുകളിൽ, അതുപോലെ സെൽ സ്റ്റോപ്പ് ആണെങ്കിൽ നമ്മൾ ബിയറിഷ് ക്യാൻഡിലാണെങ്കിൽ താഴെയും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓർഡറുകൾ പ്ലേസ് ചെയ്യുക. അപ്പോൾ അതിനുള്ള കോഡാണിത്. സെൽ ഓർഡർ പ്ലേസ് നമ്മൾ ബൈ ഓർഡറിൻ്റെ കോഡ് എടുത്തു. ഇനി സെൽ സ്റ്റോപ്പ് ഓർഡറിൻ്റെ ഇതും കൂടി അതിൽ വരും. ഇനി നമുക്ക് ക്ക് മുകളിലാണെങ്കിൽ മാത്രം ബൈ ഓർഡർ എടുത്താൽ മതി. അതുപോലെ താഴെയാണെങ്കിൽ താഴെയാണെങ്കിൽ നമുക്ക് സെൽ ഓർഡർ അല്ലെങ്കിൽ ബൂൾ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ബൈ ചെക്ക് സെൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബൈ ഓർഡർ വരുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് നമുക്ക് ഇതിന് മുമ്പ് ക്ക് മുകളിലാണോ നോക്കും. ആണെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുള്ളൂ. അല്ലെങ്കിൽ അത് നെക്സ്റ്റ് ക്ക് മുകളിൽ ക്യാൻഡിൽ വരുമ്പോൾ മാത്രമായിരിക്കും പിന്നീട് എടുക്കുക. ഓക്കെ. ആ ഒരു ബൈ ഓർഡർ പ്ലേസ് ആവുക. അതുപോലെ തന്നെ സെൽ ഓർഡറും അതുപോലെ തന്നെയാണ് പ്ലേസ് ആവുക. ക്ക് താഴെയാണെങ്കിൽ അത് നമ്മൾ ട്രൂ ആണെങ്കിൽ ട്രൂ ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രം. ഓക്കെ. നമുക്ക് ലോഡ് സൈസ് എങ്ങനെയാണ് കാൽക്കുലേറ്റഡ് ലോഡ് സൈസ് ബേസ്ഡ് ഓൺ റിസ്ക് മാനേജ്മെൻറ്റ് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ റിസ്ക് പെർസെൻറ്റേജ് കൊടുക്കുകയാണെങ്കിൽ 1%, 2% കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ചായിരിക്കും ഇവിടെ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഇത് നമ്മൾ കമ്പൈൽ കൊടുത്താലും ഇവിടെ നമുക്ക് ഒരുപാട് എററുകൾ കാണിക്കും. അപ്പോൾ എററുകൾ നമ്മൾ ലാസ്റ്റ് നമുക്ക് ക്ലിയർ ചെയ്യാം. അത് നമ്മൾ എല്ലാം ഇത് കോഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കമ്പൈൽ ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു എററും ഇല്ലാതെ തന്നെ കിട്ടും.
കാരണം ഇതിൽ കുറച്ച് മിസ്സിങ് വേരിയബിൾസ് ഉണ്ട്. അതുകൂടി കൊടുക്കുമ്പോൾ മാത്രമായിരിക്കും നമുക്കത് കമ്പയർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമ്മൾ പെൻഡിങ് ഓർഡേഴ്സ് ക്യാൻസൽ ചെയ്യാനുള്ള കോഡുണ്ട്. ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് ആഡ് ചെയ്യണമെന്ന് അതിനുള്ള കോഡുണ്ട്. നമ്മളെ ഒരു പൊസിഷന് ട്രയൽ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് ഈ ഒരു കോഡ് ആഡ് ചെയ്താലേ കിട്ടുള്ളൂ. ഫൈനലി നമ്മൾ കമ്പൈൽ ചെയ്യുമ്പോൾ നമുക്ക് എറർ ഫ്രീ ആയിട്ടുള്ള ഒരു ബോട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഒന്ന് സ്പീഡിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോന്ന് പോസ് ചെയ്ത് വേണം ചെയ്യാൻ. കാരണം അത്രയും സ്പീഡിലൊന്നും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ വന്നു നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് റെഡി ടു യൂസ് ഫയലാണ് താഴെ ലിങ്ക് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വേണമെങ്കിൽ ഫയലായിരിക്കും. ഫയൽ കോപ്പി ചെയ്തിട്ട് ഇതുപോലെ പേസ്റ്റ് ചെയ്യാം. അതുപോലെ EXE ഫയലുണ്ട്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, പിന്നെ ഇത് നമ്മളിപ്പോൾ വേർഷൻ 1 എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അതുപോലെ തന്നെ വരിക. എന്നിട്ട് കണ്ടോ EA1 റോളിംഗ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് EA1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. അതുപോലെ ലൈവിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഇട്ടിട്ട് ഇൻപുട്ടിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ആൽഗോ ട്രേഡിംഗ് എനേബിൾ ആയി കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോമൺ ആൽഗോ ട്രേഡിംഗ് എനേബിൾ ആയി കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ ആൽഗോ ട്രേഡിംഗ് എനേബിൾ ആയി കൊടുത്താൽ ഇവിടെ ബ്ലൂ കളർ വരും. ബ്ലൂ കളർ വരുമ്പോൾ ഇവിടെ എനേബിൾ ആയിരിക്കും. പക്ഷേ ഒന്നും മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ട്രേഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആ രീതിയിൽ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇനി ബാക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റോടെ നിങ്ങളുടെ ഈ ഒരു ഇൻപുട്ടിൽ നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും ട്രേഡ് എടുത്ത് അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും വീഡിയോ. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് കോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് കോഡ് ചെയ്ത് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു EXE ഫയൽ മാത്രം വേണമെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യാം. EXE ഫയലും അതുപോലെ കോഡും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളുടെ മെയിലിലേക്ക് തന്നെ അത് അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും വീഡിയോ.
അതുപോലെ തന്നെ മറ്റുള്ള ബോട്ടുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ റെഫറൽ യൂസ് ചെയ്യുന്ന ആളുകൾ എനിക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.